റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുസ്ലിം ലീഗിൽ 3 തവണ മത്സരിച്ചവർക്ക് ഇളവ് നൽകിയ തീരുമാനത്തിന് പിന്നാലെ ജില്ലാ കമ്മിറ്റിയിലേക്ക് അപേക്ഷകൾ പെരുകുകയാണ്. നേരത്തെ മത്സരിച്ചവർ വീണ്ടും മത്സരിക്കാൻ താൽപര്യം അറിയിച്ച് അപേക്ഷിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത്. കമ്മിറ്റികൾ ഏകകണ്ഠമായി ശുപാർശ ചെയ്താൽ മത്സരിക്കാൻ അനുമതി നൽകുന്ന ആലോചിക്കുമെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. ശുപാർശകൾ ഏകകണ്ഠമെന്നത് നിർബന്ധമെന്ന PMA സലാം റിപ്പോർട്ടിനോട് പറഞ്ഞു. പാർട്ടി ഇങ്ങനെ തീരുമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എടുത്തല്ലോ, വളരെ ഭംഗിയായി നടപ്പാക്കിയല്ലോ. ഇത്തവണ അങ്ങനെ തീരുമാനം തന്നെയാണ് പാർട്ടി എടുത്തത്. അതിലൊരു ചെറിയ ഭേദഗതി 3 തവണ ആയതിനു ശേഷം കഴിഞ്ഞ തവണ പാർട്ടി പറഞ്ഞതിനനുസരിച്ച് മാറി നിന്ന ആളുകൾ അവരുടെ മത്സര രംഗത്തുള്ള സാന്നിധ്യം ആ വാർഡിലെയും പഞ്ചായത്തിലെയും ഒക്കെ റിസൾട്ടിനെ വല്ലാതെ അനുകൂലമായി ബാധിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് ആ വാർഡും പഞ്ചായത്തും മണ്ഡലം കമ്മിറ്റികളും ഏകകണ്ഠമായി ശുപാർശ ചെയ്താൽ അവർക്ക് മത്സരിക്കാനുള്ള അവസരം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്നേ പാർട്ടി പറഞ്ഞോളൂ. വളരെ അപൂർവം ആളുകളെ അത്തരത്തിൽ അപേക്ഷകരായി വരാൻ സാധ്യതയുള്ളൂ. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ ഈ മത്സരിച്ചവർക്ക് തന്നെ വീണ്ടും മത്സരിക്കാമെന്നുള്ള തീരുമാനം ഈ യൂത്ത് ലീഗിനടക്കം പ്രതിഷേധമുണ്ടാക്കിയ കാര്യമാണ്. ഇപ്പോൾ എങ്ങനെയാണിത് പരിഹരിക്കാനൊരുങ്ങുന്നത്? ഇപ്പോൾ ഒരുപാട് അപേക്ഷകൾ വരികയാണോ? അതുകൊണ്ടാണോ ഇപ്പോൾ ഏകകണ്ഠമായ തീരുമാനം വേണ്ടി വരും എന്ന് PMA സലാം പറയുന്നത്? തീർച്ചയായും സ്മൃതി, കഴിഞ്ഞ ദിവസമായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നേരത്തെ തീരുമാനിച്ചിരുന്ന ആ തീരുമാനം മാറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 3 തവണ മത്സരിച്ചവർക്ക് വീണ്ടും ഇളവ് നൽകിക്കൊണ്ടുള്ളൊരു സർക്കുലർ പുറത്തിറക്കുന്നത്. അതിനെതിരെ യൂത്ത് ലീഗ് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. യുവാക്കൾക്ക് അവസരം നഷ്ടമാകുന്ന തീരുമാനമാണെന്നുള്ളതായിരുന്നു യൂത്ത് ലീഗ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും പുതിയ സർക്കുലർ പ്രകാരം 3 തവണ മത്സരിച്ച ആളുകൾക്ക് നിബന്ധനകൾ പ്രകാരം ശുപാർശ പ്രകാരം അനുമതി ലഭിക്കുമെന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഒപ്പുവെച്ച സർക്കിളിലൂടെ പറഞ്ഞിരുന്നത്. അത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇത്തരത്തിലുള്ള അപേക്ഷകൾ പെരുകുന്നതായിട്ടുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3-ലധികം തവണ മത്സരിച്ച ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ തങ്ങൾക്കും വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്, മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുള്ള PMA സലാം പറഞ്ഞിരിക്കുന്നത് അതത് മേൽക്കമ്മിറ്റികൾ പ്രാദേശിക കമ്മിറ്റികളിൽ ഉൾപ്പെടെ ഏകകണ്ഠമായിട്ടുള്ള ശുപാർശ വന്നാൽ മാത്രമേ കർശനമായിട്ടുള്ള നിബന്ധനകൾ പ്രകാരം ഇവർക്ക് മത്സരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സ്ക്രൂട്ടണിംഗ് നടത്തുമെന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാതെ വളരെ വേഗത്തിൽ പരിഗണിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് PMA സലാം സൂചിപ്പിക്കുന്നത്. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിൽ വലിയ അതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. യുവാക്കൾക്ക് വലിയ പ്രാതിനിധ്യം നൽകുന്നൊരു തീരുമാനമായിരുന്നു നേരത്തെ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നത്. 3 ടേം വ്യവസ്ഥ എന്നതിലൂടെ നേരത്തെ മത്സരിച്ച ആളുകൾക്ക് മാറി നിൽക്കേണ്ടി വരും, പുതുമുഖങ്ങൾക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പരിധിവരെ ലീഗിന് അതിന് സാധിച്ചിരുന്നു. പക്ഷേ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അത് കർശനമായിട്ട് പിന്തുടരേണ്ടി വരുമെന്ന ഒരു നിർദ്ദേശം ലീഗിന്റെ താഴെ തട്ടിൽ നിന്നുൾപ്പെടെ മുന്നോട്ട് വന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് മാറ്റേണ്ടി വന്നതും ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ശരി, മുബഷീർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.